നമുക്ക് കുറച്ച് മനഃശാസ്ത്രം പഠിച്ചാലോ? ഇപ്പൊ ഹാൻഡ് ഓഫ് മേഴ്സിയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആത്മീയതയും സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ കുറിച്ച്. അപ്പം മനസ്സെന്ന് പറയുന്നത് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണ്. എങ്കിലും മനസ്സിനെ ബാധിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയെ കുറിച്ചാണ്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള അതിന്റെ തിയറി എങ്ങനെയാണ്? നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും മറ്റൊരാള് ആ കാര്യം അത് അങ്ങനെയല്ല, അത് മറ്റൊരു രീതിയിലാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ 100% കൺവിൻസ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാവാം, നിങ്ങൾ കണ്ട കാര്യമാവാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാവാം, എങ്കിൽ പോലും അയാളെ നിങ്ങളെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് അങ്ങനെ അയാൾ നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടും അവസാനം നിങ്ങളാണ് തെറ്റ്, നിങ്ങളുടെ ചിന്തയാണ് തെറ്റ്, നിങ്ങൾക്കത് നിങ്ങൾ മനസ്സിലാക്കിയ രീതിയാണ് തെറ്റ്, ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല, എല്ലാം എൻ്റെ തോന്നലാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തെ പോലും വിട്ടുകളഞ്ഞ് നിങ്ങൾ മറ്റേ ആളെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇത്. അല്ല, ഇമോഷണൽ മാനിപ്പുലേഷൻ ഉണ്ട്. വൈകാരികമായിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങളെ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് സങ്കടമാണ് വരുന്നത്, പക്ഷെ നിങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ സങ്കടപ്പെടാൻ എന്താ ഉള്ളത്, നിങ്ങൾക്ക് അതൊക്കെ നിന്റെ വെറുതെ തോന്നല, നീ വെറുതെ കരച്ചിൽ, നീ ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇതാവുന്നത്, അതല്ലാതെ ഇവിടെ കരയാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാം. മറ്റേ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾ കണ്ട കാര്യമാണ്, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്, പക്ഷെ മറ്റുള്ളവർ ഇതങ്ങനെയല്ല അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് നിങ്ങളെ മറ്റൊരു രീതിയിലേക്ക് കൺവിൻസ് ചെയ്യാം. ഇനി മറ്റൊന്ന് കുറ്റബോധം ക്രിയേറ്റ് ചെയ്യാം. ഭയങ്കരമായിട്ടൊരു വിക്ടിം ഒക്കെ ആണെന്നുള്ള രീതിയിൽ വേറൊരാൾ നിങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായത്, സാരമില്ല ഇനിയിപ്പോ ഞാനങ്ങ് ക്ഷമിച്ചേക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണം. നിങ്ങൾ അവിടെ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളിലൊരു കുറ്റബോധം കുത്തിവെക്കുന്ന രീതിയിൽ മറ്റേ ആൾ ബിഹേവ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനും പറയണ്ടായിരുന്നു, പക്ഷെ എന്റെ തെറ്റാ, ഞാനാ തെറ്റിച്ചത്. ഈ മാനിപ്പുലേഷൻ ആളുകൾ എപ്പോഴും അറിഞ്ഞിട്ട് ചെയ്യണതൊന്നും ആയിരിക്കണമെന്നില്ല, അവരുടെ സ്വഭാവത്തിലുണ്ട് ഈ മാനിപ്പുലേഷൻ, ചില പേഴ്സണാലിറ്റി ട്രൈറ്റുകളിലുണ്ട് ഈ മാനിപ്പുലേഷൻ. മാനിപ്പുലേറ്റഡ് ആവാതെ നോക്കാൻ ശ്രമിക്കണം. മാനിപ്പുലേറ്റഡ് ആയാലും ഇതിന്റെ സ്പിരിച്വൽ ട്രൂത്ത് എന്ന് പറയുന്നത്, നിങ്ങളുടെ മുമ്പിലുള്ള ആൾ നിങ്ങളെക്കാൾ ഇന്റലിജന്റ് ആണെങ്കിൽ, ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഉള്ള ആളാണെങ്കിൽ അയാള് വളരെ നോർമൽ ആയിട്ട് തന്നെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്തൊക്കെ ദൈവത്തിന് ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും. സോ നിങ്ങളൊരു പ്രയർ ലൈഫ് ഒക്കെ കീപ്പ് ചെയ്യുക, നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ ദൈവം നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഈ മാനിപ്പുലേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഭയങ്കരമാവും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങൾ വല്ലാത്തൊരു സെൽഫ് ഡൗട്ടിലേക്ക് പോകും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം എന്ന് പറയുന്ന ആള് ഇതിനെല്ലാം ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇന്റലിജൻസ് ഒന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ എന്നെയൊക്കെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, എന്നിട്ട് ദൈവം നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കും. ഇവരിങ്ങനെ പറയുന്നുണ്ടോ, പക്ഷെ ഇതല്ല സത്യം. അപ്പൊ നമ്മൾ നമ്മളോട് ചിരി, ഞാൻ എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ഞാൻ ഇതാണ് എക്സ്പീരിയൻസ്, ഓക്കെ ഇതാണ് സത്യം. അപ്പൊ അതിന് നിങ്ങൾക്ക് ഒരു ദൈവത്തിന്റെ സഹായം കൂടെ വേണം, അല്ലെങ്കിൽ ദൈവം എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള നിങ്ങളുടെ വിശ്വാസം കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ സ്പിരിച്വാലിറ്റി നിങ്ങളെ ഈ മാനിപ്പുലേഷനിൽ നിന്ന് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. എങ്കിൽ തന്നെയും മാനിപ്പുലേറ്റഡ് ആവാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാകുക, അതിനെ മനസ്സുകൊണ്ട് റെസിസ്റ്റ് ചെയ്യുക. ആള് പറയുന്നതൊന്നും അല്ല ഞാൻ. ഇപ്പൊ എന്നോട് ഒരാൾ പറയണം എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് പറയുമ്പോൾ കുറെ നാൾ പറയുമ്പോൾ ഞാൻ അത് വിശ്വസിക്കും, ആ ശരിയാണല്ലോ എന്നെ ഒന്നിനും കൊള്ളൂലല്ലേ എന്ന് ഞാൻ വിശ്വസിക്കും. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞാലും എനിക്കൊരു സ്പിരിച്വൽ ലൈഫ് ഉള്ളതുകൊണ്ട് എന്റെ ദൈവം എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നീ വലിയുള്ള ആളാണ്, നീ വളരെ എനിക്ക് ഇഷ്ടമുള്ള സൃഷ്ടിയാണ്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ല, എന്നെ കുറിച്ച് പോസിറ്റീവായിട്ടാണ് എൻ്റെ ദൈവം എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അതാണ് വിശ്വസിക്കേണ്ടത്. ഞാൻ എന്നോട് തന്നെ ചോദിക്കണം, ശരിക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ, ശരിക്കും ഇത് ഇങ്ങനെയാണോ? ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഉത്തരം വേറെയാണ് കിട്ടണമെങ്കിൽ ഞാൻ എന്നെയാണ് വിശ്വസിക്കേണ്ടത്, മറ്റൊരാളെ അല്ല വിശ്വസിക്കേണ്ടത്. ഞാൻ ഈ മാനിപ്പുലേഷന്റെ ഒരു യാത്ര, എനിക്ക് വലിയൊരു ജേണി തന്നെയുണ്ട്. അതിനകത്ത് എൻ്റെ സ്പിരിച്വാലിറ്റി എന്നെ സഹായിച്ചിട്ടുള്ളത്, എൻ്റെ ദൈവത്തിന് എന്നെ അറിയാലോ, ദൈവം എന്നെ ഇങ്ങനെയാണല്ലോ സൃഷ്ടിച്ചത്, ദൈവം എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഞാൻ എന്ന് പറയുന്നത് ആ മനുഷ്യൻ പറയുന്നതല്ല, ആ വ്യക്തി പറയുന്നതല്ല, ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവം പറയുന്നതാണ്. അങ്ങനെ ഒരു ചിന്തയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് മാനിപ്പുലേഷൻ കൊണ്ട് വലിയ സ്ട്രഗിൾ ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എങ്കിലും മാനിപ്പുലേഷൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്, തിരിച്ചറിയാനും റെസിസ്റ്റ് ചെയ്യാനും ദൈവത്തിന്റെ ഹെൽപ്പ് ചോദിക്കുക, കുറച്ചൊരു അവയർനെസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കട്ടെ. നിങ്ങളത് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കട്ടെ. താങ്ക് യു.